ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വാഴപ്പാടി തിരുമേനി പറഞ്ഞ 21 ദിവസം കഴിഞ്ഞെന്നും ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞിന്റെ ചോറൂണ് നടത്താമെന്നും രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ആരും ഇതിൽ ഇടംകോലൊന്നും ഇടാതെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മൈഥിലി വരികയാണ്. എന്നെ അറിയിക്കാതെ എൻ്റെ കുഞ്ഞിന്റെ ഒരു ചടങ്ങും നടത്താമെന്ന് നിങ്ങളാരും വ്യാമോഹം കാണണ്ട. എന്താണെങ്കിലും എല്ലാ ചടങ്ങിലും ഞാനും ഉണ്ടാകും. അല്ലാതെ ചടങ്ങ് നടക്കാനേ പോകുന്നില്ല. അതൊന്നും പറ്റില്ലെന്ന് മീനാക്ഷിയും കാർത്തിയും പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, അങ്ങനെയല്ലെങ്കിലേ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ഞാനൊരു പ്രസ് മീറ്റ് അങ്ങ് വിളിക്കും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. ഒരമ്മയുടെ ഒറ്റയാൾ പോരാട്ടമെന്ന് മീഡിയക്കാരതിന് പേരിടുകയും ചെയ്യും. അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് കേട്ടാൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ മൈഥിലി പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങാണ്. എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. മീനാക്ഷിയും കാർത്തിയും കുഞ്ഞും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന മൈഥിലി കുഞ്ഞിനായി തിരച്ചിൽ നടത്തുന്നു. അവരെവിടെയെന്ന് കണ്ണുകൊണ്ട് മാലതിയോട് ചോദിക്കുമ്പോൾ മാലതി ദേഷ്യത്തോടെ തല വെട്ടിച്ച് കളയുകയാണ്. അതേസമയം ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ടിട്ട് മൈഥിലി പറയുകയാണ്, ഈ വിഗ്രഹം വിറ്റാൽ കോടിക്കണക്കിന് രൂപയായിരിക്കും കിട്ടുന്നത്. എൻ്റെ ഭഗവാനെ, അടിയനെ എത്രയും പെട്ടെന്ന് ഒരു കോടീശ്വരിയാക്കി മാറ്റണേ എന്നും മൈഥിലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരുമേനിയുടെ അടുത്തെത്തുമ്പോൾ തിരുമേനി പറയുകയാണ്, നിലവറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇന്ന് തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചോളൂ. ഇത് കേൾക്കുന്ന മൈഥിലി പറയുകയാണ്, അങ്ങനെ എൻ്റെ റൂട്ട് ക്ലിയർ ആവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കിനി ഇവിടുന്ന് പോകാൻ സാധിക്കും. ശരി തിരുമേനി, ഇന്ന് തന്നെ ഞങ്ങൾ നിലവറയിൽ വിളക്ക് തെളിയിക്കാമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അല്ല മുത്തശ്ശി, നമ്മൾ എന്തിനാ ആ മൈഥിലിയെ കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു കാര്യവുമില്ലായിരുന്നല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ ചടങ്ങിൽ അവളുടെ ശാപം കൂടി വലിച്ചു കയറ്റണ്ടെന്ന് വിചാരിച്ച മോളെ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അപ്പോഴാണ് മൈഥിലി കൂടെയില്ലെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് മാലതി പറയുമ്പോൾ വേണ്ട, ഞാൻ പോയി നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മൈഥിലി വൈശാഖിനെ വിളിക്കുന്നു. വൈശാഖെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ വാളിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തി. എവിടെ അതെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ ആ തറവാട്ടില് നമ്മളാരും കാണാത്ത ഒരു നിലവറയുണ്ടെന്നും ആ നിലവറയിലാണ് അതുള്ളതെന്നും മൈഥിലി പറയുന്നു. ഇത് കേൾക്കുന്ന വൈശാഖ് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ആ വാളെടുത്ത് ചെമ്പകമംഗലത്തിന്റെ പുറത്തേക്ക് വാ. ഞാൻ അവിടെ നിന്നെയും കാത്തു നിൽക്കാം. എടാ, നീ പറയുന്നത് പോലെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിലവറ തുറക്കാനേ താക്കോല് വേണം. എന്നാലേ നീ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ച് പറയാൻ പറ. വൈശാഖ് കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കോള് കട്ട് ചെയ്തിട്ട് വൈശാഖ് പറയുകയാണ്, എനിക്ക് ആ ഉടവാള് മാത്രം മതി. എനിക്കിനി എന്താണെങ്കിലും നിന്നെ വേണ്ട. നിന്നെ ഒഴിവാക്കാനുള്ള മറ്റൊരു വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് തിരിഞ്ഞു നോക്കുന്ന മൈഥിലി കാണുന്നത് തന്നെ തന്നെ ദേഷ്യമായി നോക്കി നിൽക്കുന്ന നന്ദിനിയാണ്. നന്ദിനിയെ കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് മൈഥിലി. അല്ല ദേവമ്മ എന്താ ഇവിടെയെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം തകർക്കാനുള്ള എന്തെങ്കിലും ഗൂഢതന്ത്രമാണെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും തിരികെ ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. നിലവറയുടെ ഐതിഹ്യത്തെക്കുറിച്ചും നിലവറയിൽ വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ നന്ദിനിയോട് പറയുകയാണ് രാജലക്ഷ്മി അമ്മ. ഏതെങ്കിലും ഒരു മകരവിളക്കിന് നമ്മുടെ നിലവറയിൽ വിളക്ക് തെളിയിക്കാൻ പറ്റാതിരുന്നാൽ ആ നാഗം നമ്മുടെ കുടുംബത്തെ മുച്ചൂടും മുടിക്കുമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി. അല്ലമ്മേ, ഇന്ന് നിലവറയിൽ ആരാ വിളക്ക് തെളിയിക്കുന്നതെന്ന് നന്ദിനി ചോദിക്കും. അയാൾ ഇപ്പൊ തന്നെ കുളിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അതേസമയം അയ്യപ്പ വിഗ്രഹത്തിന് കാവലായി നിൽക്കുന്ന നാഗത്തിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുളിച്ചൊരുങ്ങുന്ന മൈഥിലിയാണ്. ഇന്ന് എന്താണെങ്കിലും ഞാൻ ആ ഉടവാള് അവിടെ നിന്ന് അടിച്ചു മാറ്റുമെന്ന് മൈഥിലി പറയുമ്പോൾ ആരെ വിളക്ക് തെളിയിക്കാൻ വിടുമെന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് നന്ദിനി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.